അളന്നു. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ എക്സ്പെൻസീവ് ഫുഡ് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സൽക്കാര റെസ്റ്റോറൻറ്റ് കോബാറിലാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഡോറും തുറന്ന് അകത്തോട്ട് കയറി. ഓക്കെ, ഈവനിങ് ആയതുകൊണ്ട് തിരക്ക് ഇച്ചിരി കുറവായിരുന്നു. ഞാൻ മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ നല്ല തിരക്കാണ്. സാധാരണ സെക്കൻഡ് ഫ്ലോറിലോട്ട് ഫാമിലിക്ക് മാത്രമേ അലോട്ട് ഉള്ളൂ. അപ്പോൾ റിസപ്ഷനിലിരിക്കുന്ന പുള്ളിയോട് ഞാൻ അനുവാദം ചോദിച്ചു, പെർമിഷൻ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ, അങ്ങനെ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഫ്ലവേഴ്സും ലൈറ്റൊക്കെ വെച്ച് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കാരുടെ സെക്കൻഡ് ഫ്ലോർ, അതിവിശാലമായ സെക്കൻഡ് ഫ്ലോർ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി എവിടെ ഇരിക്കണം എന്നുള്ള ഡൗട്ടായി. അവസാനം കുറച്ച് കറങ്ങി തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 സീറ്റുള്ള ഒരു ചെയറിലാണ് ഇരുന്നത്. അപ്പോൾ അവിടെ പൊതുവെ ലൈറ്റ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു കട നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂസലില്ലാതെ പുള്ളി എൻ്റെ പുറകെ വന്നു. ഞങ്ങൾ സെൻറ്ററിലോട്ടങ്ങ് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ആദ്യം വന്നത് ഒരു മല്ലിയില ചട്നി, കുറച്ച് പപ്പടവും ഒരു വെള്ളവും 2 ഗ്ലാസും തന്നായിരുന്നു. അല്പസമയം കഴിഞ്ഞ് വേറൊരു വെയിറ്റർ ചേട്ടൻ വന്നു. ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇപ്പുറത്തോട്ട് ഇരിക്കാവോ എന്ന് ചോദിച്ചു. നിങ്ങൾ ചേട്ടാ ലൈറ്റിൻ്റെ പ്രോബ്ലമാണ്, ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചു എന്നാ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫുഡ് ഏത്? നമ്മുടെ ഗ്രില്ലുണ്ട്, കബാബ്സ് ഉണ്ട്, വലിയ ഡിഷ് ഉണ്ട്, മീൻ പൊളി. ചേട്ടൻ കുറേ ലിസ്റ്റ് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്പെഷ്യൽ ഹബീബി പ്ലേറ്റർ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് എന്തുവാന്ന്. അപ്പം ഞങ്ങൾ സമയമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ലൈവ് ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പ്ലേറ്റും സ്പൂണും കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞ് വിശപ്പ് കാരണം കൂട്ടുകാരൻ്റെ മുഖം വാടിയിട്ട്, അപ്പം ഞാൻ വിചാരിച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മുടെ ഹബീബി പ്ലേറ്റർ വരുന്നുണ്ട്. ഒരു പലകയിലാണ് കൊണ്ടുവരുന്നത്. പുകയൊക്കെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു ലൈറ്റും തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പുള്ളി ചാടി വീഴാൻ പോയി. പക്ഷെ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബീബി പ്ലേറ്റർ. കുറച്ച് സലാഡുണ്ട്, പിന്നെ ചിക്കൻ്റെ ഒരു 5-6 ഐറ്റംസ് 6 പീസ് വെച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഒരു ബീഫിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്. പിന്നെ ലൈവായിട്ട് ചിക്കൻ്റെ ഒരു ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പം പേരും നാളെ ഞാൻ വരുന്ന പുള്ളിയോട് ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ട്, നമുക്കത് കാണാതെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ഹബീബി പ്ലേറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൊട്ടിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും പുള്ളി സ്റ്റാർട്ടായി. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോന്നെടുത്ത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്ക് ഇത് അധികമാണ്. ഓക്കെ, ഒരു 4 പേര് വരുവാണെങ്കിൽ സുഖമാണ്. 4 പേർക്ക് കഴിക്കാത്ത ഫുഡാണ് ഞങ്ങളിപ്പോൾ മേടിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളും തന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യത്തില്ല. ഞങ്ങൾ ഇരുന്ന് ആർമാദിക്കാൻ തുടങ്ങി. എല്ലാം കൊള്ളാം, എങ്കിലും എനിക്ക് ആ ഒരു സാധനം സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു, ലൈവായിട്ട് തന്ന ചിക്കൻ. ഓക്കെ, പുള്ളിക്ക് വേറൊരു ഐറ്റമാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ കൂടാതെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടായിരുന്നു. ഓക്കെ, മല്ലിയിലയുടെ ചട്നിയാണ്. പിന്നെ കൂടാതെ മയോണൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എന്തായാലും സൂപ്പർ ഫുഡായിരുന്നു. സോഫ്റ്റ് ചിക്കൻ. കൂടെ വന്ന ആൾക്ക് വീഡിയോ പോലും എടുക്കുന്ന അറിയത്തില്ല, നല്ല കയറ്റാണ് കയറ്റുന്നത്. അളന്നു. വയറ് നിറച്ചങ്ങ് കഴിച്ചു. അവസാനം ഇനി ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. വൻ പോരാട്ടത്തിനൊടുവിൽ ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു എല്ലാം പാഴ്സൽ ബാക്കിയെല്ലാം എടുത്തോളാൻ പറഞ്ഞു. നാളെ ആയാലും കഴിക്കാമല്ലോ ചൂടാക്കി. ബില്ലും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ബില്ലുമായി എത്തി. ബില്ല് കണ്ടപ്പോൾ എത്ര രൂപയാണെന്ന് വെച്ചാൽ 114 റിയാലായി. 14 റിയാൽ എന്ന് പറഞ്ഞാൽ 2 ജ്യൂസിൻ്റെയും ബാക്കി 99 രൂപയുടെ ഒരു പലകയാണ് ഞങ്ങൾ കഴിച്ചത്, ഹബീബി പ്ലേറ്റ്. അപ്പോൾ അതിനുശേഷം ബില്ല് കിട്ടിയുടനെ ഞാൻ പുള്ളിക്ക് കൊടുത്തു. പുള്ളി ചിരിയോടെ അങ്ങ് മേടിച്ചു. അതിനുശേഷം കൈ കഴുകാനായിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഓരോ സൗണ്ടുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വയററിഞ്ഞേ കഴിക്കാവൂ എന്ന ഡയലോഗ് അടിച്ചതിന് ശേഷം ഞാനിങ്ങ് താഴോട്ട് നടന്നു റിസപ്ഷനിലേക്ക്.
ഇവിടെ പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് വന്നപ്പോഴത്തേക്ക് നേരത്തേക്കാളും നല്ല ആളുണ്ട്, തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ലടച്ചു. അങ്ങനെ സൽക്കാരോട് ബായും പറഞ്ഞ് പാഴ്സലും മേടിച്ച് ഞങ്ങളങ്ങോട്ട് നടന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.